ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് മൊബൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ യൂസ്ഡ് ഫോൺ വാങ്ങിക്കുന്നവർക്കും ഫോണിൻ്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാൻ പോകുന്നവർക്കൊക്കെ ഉപകാരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഫുള്ളായിട്ട് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ മനസ്സിലാവുള്ളൂ. നമ്മുടെ വിവോ, ഓപ്പോ, സാംസങ്, റെഡ്മി ഈ ഫോണുകളുടെ എല്ലാ ഫോണുകളുടെയും ക്വാളിറ്റി ചെക്കിങ്ങിന് വേണ്ടിയിട്ട് കമ്പനി തന്നെ ഓരോ കോഡുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കോഡുകളെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. അത് വെച്ച് നമുക്ക് ഡിസ്പ്ലേ ക്വാളിറ്റിയും സ്പീക്കറിൻ്റെ ക്വാളിറ്റി, സെൻസറിൻ്റെ ക്വാളിറ്റി എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കമ്പനികളുടെ എല്ലാത്തിൻ്റെയും നമ്മളിന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം പറയുന്നത് മോട്ടറോളയാണ്. മോട്ടറോളയുടെ *2486# അടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഒരു കമ്പനിയുടെ ഇൻ്റർഫേസിലേക്ക് പോകും. നമുക്കതിനകത്ത് ഡിസ്പ്ലേ, ടച്ച്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കതിനകത്ത് ചെക്ക് ചെയ്യാൻ പറ്റും. സ്പീക്കർ, മൈക്ക്, എല്ലാ കാര്യങ്ങളും നമുക്കതിനകത്ത് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ ഇതിനകത്തോട്ട് കയറിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അടുത്ത നമ്മൾ ഹുവായി ആണ്. ഹുവായിക്ക് വരുന്നത് *2846# ആണ്. ഇത് ടൈപ്പ് ചെയ്ത് നമ്മൾ എൻ്റർ കൊടുക്കുമ്പോഴത്തേക്കും ഹുവായിയുടെ ഒരു ഇൻ്റർഫേസിലേക്ക് പോകും കമ്പനിയുടെ. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫോണിൻ്റെ ടച്ചും ഡിസ്പ്ലേ ക്വാളിറ്റിയും അതിൻ്റെ സ്പീക്കറും മൈക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങളും അവിടെ ചെക്ക് ചെയ്യാം. അടുത്ത നമ്മൾ സാംസങ്ങിന് വരുന്നത് *0# ആണ്. ഇത് നമ്മൾ ഡയൽ ചെയ്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കമ്പനിയുടെ ഒരു ഇൻ്റർഫേസിലേക്ക് പോകും. അവിടെ നമുക്ക് അതിനകത്ത് ഡിസ്പ്ലേ, ടച്ച്, നമ്മുടെ ഡിസ്പ്ലേ കളർ വേരിയേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എല്ലാം ചെക്ക് ചെയ്യാവുന്നതാണ്. സ്പീക്കറും എല്ലാം ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത് നമ്മൾ OnePlus ആണ് പറയുന്നത്. OnePlusന് വരുന്നത് *899# ആണ്. ഇത് നമ്മൾ ഡയൽ ചെയ്ത് നമ്മൾ എൻ്റർ കൊടുക്കുമ്പോഴത്തേക്കും ഇവരുടെ കമ്പനിയുടെ ഒരു ഇൻ്റർഫേസിലേക്ക് പോകും. അവിടെ OnePlusൻ്റെ സ്പീക്കർ, മൈക്ക്, ടച്ച് ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് യൂസ്ഡ് ഫോൺ വാങ്ങിക്കാൻ പോകുന്നവർക്കൊക്കെ കംപ്ലീറ്റ് കാര്യങ്ങളും ചെക്ക് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ, ഡിസ്പ്ലേക്ക് എന്തെങ്കിലും കളർ വേരിയേഷൻ ഉണ്ടോ, അതെല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കാവുന്നതാണ്. അടുത്ത നമുക്ക് വരുന്നത് ഓപ്പോയാണ്. ഓപ്പോയ്ക്ക് വരുന്നത് *808# ആണ്. നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഇത് ഡയൽ ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇവരുടെ കമ്പനിയുടെ ഇൻ്റർഫേസിലേക്ക് പോകും. അതിനകത്ത് നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ കാര്യങ്ങളും സ്പീക്കറിൻ്റെ കാര്യങ്ങളും ഡിസ്പ്ലേയുടെ കാര്യങ്ങളും ടച്ച് വർക്കിംഗ് ആണോ, ടച്ച് എല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്കവിടെ ചെക്ക് ചെയ്യാം. അടുത്ത വരുന്നത് വിവോയാണ്. വിവോയ്ക്ക് *558# ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുമ്പോഴത്തേക്കും ഇവരുടെ കമ്പനിയുടെ ഒരു ഇൻ്റർഫേസിലേക്ക് പോകും. നമുക്കവിടെ കംപ്ലീറ്റ് കാര്യങ്ങൾ സ്പീക്കറും മൈക്കും ടച്ചും ഡിസ്പ്ലേ കളർ വേരിയേഷൻ എല്ലാം ചെക്ക് ചെയ്യാം. എൻ്റെ വിവോ ആയിരുന്നു ഫോൺ. ഞാൻ വിവോയും സാംസങ്ങും എനിക്കുണ്ട്. രണ്ടും ഞാൻ ചെക്ക് ചെയ്തെല്ലാം ക്ലിയറാണ്. എൻ്റെ ഫോണിന് കംപ്ലൈൻറ്റും ഇല്ല. നിങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ ഫോണിന് കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. യൂസ്ഡ് ഫോൺ വാങ്ങിക്കാൻ പോകുമ്പോഴൊക്കെ ഇതെല്ലാം വളരെ ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക. എല്ലാ കമ്പനികളുടെ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. അടുത്ത നമ്മൾ പറയുന്നത് റെഡ്മിയാണ്. റെഡ്മിക്ക് വരുന്നത് *6484# ആണ്. ഇത് ഡയൽ കൊടുത്ത് നമ്മൾ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴത്തേക്കും പോകുന്നത് നേരെ ഇവരുടെ കമ്പനിയുടെ ഒരു ഫേസിലേക്ക് പോകും. അവിടെ നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങളും അവിടെ ചെക്ക് ചെയ്യാം. അവിടെ നമുക്ക് ഓരോ സ്പീക്കർ, മൈക്ക്, ഫോണിൻ്റെ ടച്ച്, അതിൻ്റെ കളറ് ഇതെല്ലാം നമുക്കവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കവിടെ ഓരോന്നും എടുത്ത് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്കറിയാൻ പറ്റും. അതിനെന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ, കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നമുക്കതറിയാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും റെഡ്മിയുടെ ഫോണുള്ളവരെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ യൂസ്ഡ് ഫോൺ വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്കും പറ്റിക്കപ്പെടാതിരിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ യൂസ്ഡ് ഫോൺ വാങ്ങിക്കാൻ പോകുന്ന നിങ്ങളുടെ സുഹൃത്തിനൊക്കെ ഇത് അയച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഡിസ്പ്ലേ മാറുന്നവർക്കും ഈ വീഡിയോ വളരെ ഉപകാരമാണ്. കാരണം ഡിസ്പ്ലേ മാറിക്കഴിഞ്ഞാൽ അവർ കടക്കാർ പറഞ്ഞു തരുന്നത് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ നമ്പർ അടിച്ചു കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഡിസ്പ്ലേ മാറിയതിനകത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ കളറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.